ഹായ്, വെൽക്കം ടു ലേണിംഗ് നോക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രക്ചർ ആൻഡ് ബോണ്ടിങ് ഓഫ് മോളിക്യൂൾസ് എന്ന ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അയോണിക് ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അയോണിക് ബോണ്ടിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെജാൻസ് റൂൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി നമ്മൾ കോവാലന്റ് ബോണ്ടിലേക്ക് വരിക. കോവാലന്റ് ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ് അല്ലേ. അപ്പോൾ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസിലൂടെയാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, ഇനി ഇതിൽ തന്നെ നമുക്ക് ഈ നോർമൽ ഒരു ലെവി സ്ട്രക്ചർ വരച്ചിട്ട് നമ്മൾ ഷെയറിംഗ് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയും സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയും മറ്റുമാണ് നമ്മൾ പല പല തിയറീസിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ വാലൻസ് ബോണ്ട് തിയറി, VSEPR തിയറി, മോളിക്കുലർ ഓർബിറ്റൽ തിയറി തുടങ്ങിയ തിയറീസ് ഉണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഷേപ്പ്, സ്റ്റെബിലിറ്റി പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം വരുന്നത് VSEPR തിയറിയാണ്. പക്ഷെ നമ്മളിപ്പോൾ ആദ്യം VBT വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്, വാലൻസ് ബോണ്ട് തിയറി. കാരണം VSEPR തിയറി പറയുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഹൈബ്രിഡൈസേഷൻ കൂടെ പറയാം. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്ന കൺസെപ്റ്റ് വരുന്നത് വാലൻസ് ബോണ്ട് തിയറിയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ്. അപ്പോൾ അതുകൂടെ പഠിച്ചതിന് ശേഷം നമുക്ക് വാലൻസ് ബോണ്ട് തിയറിയിലേക്ക് പോകാം. ഓക്കെ, ശരിക്കും ഫണ്ടമെൻ്റൽ ആയിട്ട് വരുന്നത് VSEPR തിയറിയാണ്. അത് കഴിഞ്ഞിട്ടാണ് VBTയും MOTയും വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് വാലൻസ് ബോണ്ട് തിയറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വാലൻസ് ബോണ്ട് തിയറി അഥവാ VBT. വാലൻസ് ബോണ്ട് തിയറി ആരാണ് പ്രപ്പോസ് ചെയ്തത്? ഹെയിൽട്ടൺ ആൻഡ് ലണ്ടൻ. ഹെയിൽട്ടൺ, ലണ്ടൻ തുടങ്ങിയ രണ്ട് സയൻറ്റിസ്റ്റുകളാണ് വാലൻസ് ബോണ്ട് തിയറി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വാലൻസ് ബോണ്ട് തിയറിയിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് കാണുന്നത് എവിടെയാണ്? ഓർബിറ്റൽസിലാണ് അല്ലേ. അപ്പോൾ ഓർബിറ്റൽ ഓവർലാപ്പിംഗ് എന്നൊരു കൺസെപ്റ്റിലേക്കാണ് വാലൻസ് ബോണ്ട് തിയറി കൊണ്ടുവരുന്നത്. ഓക്കെ, ഇതിനു മുൻപ് നമ്മൾ പറയുമ്പോഴൊക്കെ വാലൻസ് ഇലക്ട്രോൺസ് ഓവർലാപ്പ് ചെയ്യുന്നു എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ വാലൻസ് ബോണ്ട് തിയറി വന്നപ്പോഴാണ് നമ്മൾ പറയുന്നത്, ഇവിടെ ഫസ്റ്റ് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദ ഓവർലാപ്പിംഗ് ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ വാലൻസ് ഷെൽ. വാലൻസ് ഇലക്ട്രോൺസ് കാണപ്പെടുന്ന ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിങ്ങിലൂടെ. ഇവിടെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്, ഇത് ഹാഫ് ഫിൽഡ് ആയിരിക്കും. ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള വാലൻസ് ഓർബിറ്റൽസ് ആണ് ഓവർലാപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള വാലൻസ് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്താണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നതാണ് ആദ്യത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് പോസ്റ്റുലേറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഓവർലാപ്പ് ചെയ്യുന്ന ഓർബിറ്റൽസിലുള്ള ഹാഫ് ഫിൽഡ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ആ ഇലക്ട്രോൺസിന്റെ സ്പിന്ന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഓപ്പോസിറ്റ് സ്പിന്നിലുള്ള ഇലക്ട്രോൺസ് ആയിരിക്കും എപ്പോഴും ഓവർലാപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പോൾ നമ്മളൊരു p ഓർബിറ്റൽ എടുക്കുക, മറ്റൊരു p ഓർബിറ്റലുമായിട്ട് അത് ഓവർലാപ്പ് ചെയ്യുന്നെങ്കിൽ ഓവർലാപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതിൽ ഒരു സിംഗിളി ഓക്യുപ്പൈഡ് ഇലക്ട്രോൺ ഉണ്ടായിരിക്കണം. ഓക്കെ, അതിന്റെ രണ്ടാമത്തെ ഓർബിറ്റലിൽ ഉണ്ടാവുന്നത് അതിന് ഓപ്പോസിറ്റ് സ്പിന്നിലുള്ളതാണ്. അപ്പൊ രണ്ട് ഓപ്പോസിറ്റ് സ്പിന്നിലുള്ള ഇലക്ട്രോൺസ് ആണെങ്കിലാണ് അവർ ഓവർലാപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഓവർലാപ്പ് ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് സ്പിന്നിലുള്ള ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. ആദ്യത്തെ പോസ്റ്റുലേറ്റിൽ പറയുന്ന ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആയിരിക്കണം. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് എന്താണ്? അത് ഓപ്പോസിറ്റ് സ്പിന്നിലുള്ളതായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ട്രെങ്ത് ഓഫ് ബോണ്ട്. Okay, strength of bond formed is dependent on the extent of overlapping. Okay, അപ്പൊ എത്രത്തോളം ഓവർലാപ്പിംഗ് നടക്കുന്നോ അതിനനുസരിച്ചായിരിക്കും ബോണ്ടിന്റെ സ്ട്രെങ്ത്. അപ്പൊ നമുക്കറിയാം ഓവർലാപ്പിംഗ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലെ. സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ഉണ്ട്, ലാറ്ററൽ ഓവർലാപ്പിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് ഇങ്ങനെയുള്ള ഓവർലാപ്പിംഗ് നമ്മൾ ലാറ്ററൽ ഓവർലാപ്പിംഗ് എന്ന് പറയും. ഇവിടെ ഫോം ചെയ്യുന്ന ബോണ്ടിന്റെ പേര് സിഗ്മ ബോണ്ടാണ് അല്ലെ. അപ്പൊ സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, സിഗ്മ ബോണ്ടിലാവുമ്പോൾ കംപ്ലീറ്റ് ഓവർലാപ്പിംഗ് നടക്കുന്നു. എന്നാൽ പൈ ബോണ്ട് അഥവാ
സൈഡ് വേസ് ഓവർലാപ്പിംഗ് നടക്കുകയാണ്. സൈഡ് വേസ് ഓവർലാപ്പിംഗ് നടന്നിട്ട് ഫോം ചെയ്യുന്നതാണ് പൈ ബോണ്ട്. പൈ ബോണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ സൈഡ് വേസ് ഓവർലാപ്പിംഗ് ആണ് നടക്കുന്നത്. സൈഡ് വേസ് ഓവർലാപ്പിംഗ് നടക്കുമ്പോൾ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് കുറവായിരിക്കും. ഓക്കെ, ഓവർലാപ്പിംഗിന്റെ എക്സ്റ്റെൻഡ് കുറവാണ്. ആസ് എ റിസൾട്ട് അതിന്റെ സ്ട്രെങ്ത് കുറവായിരിക്കും. സോ സിഗ്മ ബോണ്ട് ഈസ് സ്ട്രോങ്ങർ ദാൻ പൈ ബോണ്ട് എന്നാണ്. ഓക്കെ, ക്ലിയർലി ഇത്രയും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് വരുന്നത് ഈ ഓവർലാപ്പിംഗ് നടക്കുമ്പോൾ, ഓർബിറ്റൽ ഓവർലാപ്പിംഗ് നടക്കുമ്പോൾ അവരുടെ എനർജി കുറയുന്നു, പൊട്ടൻഷ്യൽ എനർജി കുറയുന്നു, അതുകൊണ്ട് അവർ സ്റ്റേബിൾ ആവുന്നു. ഓക്കെ, അപ്പൊ എനർജി ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഓൾറെഡി നമുക്കറിയാം എനർജി ഡിക്രീസ് ചെയ്യുമ്പോൾ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഓർബിറ്റൽ ഓവർലാപ്പിംഗ് നടക്കുമ്പോൾ എനർജി ഡിക്രീസ് ചെയ്യുന്നു, സോ ദേ ബിക്കം മോർ സ്റ്റേബിൾ. ഇത്രയാണ് വാലൻസ് ബോണ്ട് തിയറിയിൽ പറയുന്നത്. ഓക്കെ, ഇനി വാലൻസ് ബോണ്ട് തിയറി വെച്ച് നമുക്കപ്പോൾ എങ്ങനെയാണ് ഓവർലാപ്പിംഗ് നടക്കുന്നതെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. കുറച്ചുകൂടി കൃത്യമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൽ നിന്ന് ഹൈബ്രിഡൈസേഷൻ എന്നൊരു കൺസെപ്റ്റിലേക്ക് പോവാണ്. അപ്പോൾ വാലൻസ് ബോണ്ട് തിയറിയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഹൈബ്രിഡൈസേഷൻ. നമുക്ക് ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഹൈബ്രിഡൈസേഷൻ മോളിക്യൂൾസിന്റെ ജിയോമെട്രിക്കൽ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോളിംഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് പോളിംഗ് എന്ന സയന്റിസ്റ്റാണ് ഹൈബ്രിഡൈസേഷൻ എന്ന കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്. പോളിംഗിന്റെ കൺസെപ്റ്റ് പ്രകാരം എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ആറ്റോമിക് ഓർബിറ്റൽസിന്റെ ഇന്റർമിക്സിംഗ് നടക്കുന്നു. ആറ്റോമിക് ഓർബിറ്റൽസ് ഇന്റർമിക്സിംഗ് നടത്തി പുതിയ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഫോം ചെയ്യുന്ന ഓർബിറ്റൽസിനെ നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ആറ്റോമിക് ഓർബിറ്റൽസ് നമുക്കറിയാം ഏതൊക്കെയാണ്. എസ്, പി, ഡി തുടങ്ങിയ ആറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ഇതിന്റെ ഇന്റർമിക്സിങ് നടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നോർമലി എസ്, പി, ഡി എല്ലാ ഷെല്ലിൽ ഓർബിറ്റൽസിലും ഇലക്ട്രോൺസ് ഉള്ള ഒരു സ്പീഷീസ് എടുക്കുക. അതിൻ്റെ ഓവർലാപ്പിംഗ് നടന്നു കഴിയുമ്പോൾ അവിടെ വരുന്ന സ്പീഷീസിൻ്റെ ഷേപ്പ് നമുക്ക് കൃത്യമായിട്ട് VBT മാത്രം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അവിടെ ഓവർലാപ്പിംഗ് നടക്കുമ്പോൾ എസ് ഓർബിറ്റല് രണ്ട് എസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ബോണ്ട് ലെങ്ത്തും എസും പിയും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമ്പോഴും എസും ഡിയും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമ്പോഴും എല്ലാം ഒരുപോലെ ആയിരിക്കില്ല. ഓവർലാപ്പിംഗ് എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിങ്ങും അതുപോലെ തന്നെ അവിടെ ബോണ്ട് ലെങ്ത്തും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കേണ്ടതാണ്. പക്ഷെ നമ്മളൊരു മോളിക്യൂൾ എടുക്കുമ്പോൾ അതിൻ്റെ ബോണ്ട് ലെങ്ത്തും മറ്റും എല്ലാം നോക്കുമ്പോൾ സെയിം ബോണ്ട് ലെങ്ത്ത്, അതിന് ഒരേ ഷേപ്പ്, ഒരേ ബോണ്ട് ആംഗിൾ ഒക്കെ കാണുന്നു. അങ്ങനെ വരുന്ന സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ ഹൈബ്രിഡൈസേഷൻ എന്നൊരു കൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ കൺസെപ്റ്റിൽ ഈ ആറ്റോമിക് ഓർബിറ്റൽസ് ഇന്റർമിക്സ് ചെയ്തിട്ട് പുതിയ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. ആ ഓർബിറ്റൽസിന് നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. ഈ ഫോം ചെയ്യുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസിന് എല്ലാവർക്കും ഒരേ എനർജി ആയിരിക്കും. അതായത് ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആയിരിക്കും. എല്ലാത്തിനും ഒരേ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എസും പിയും ഒരു എത്ര ആറ്റോമിക് ഓർബിറ്റൽസ് ആണോ ഇന്റർമിക്സിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷന് വിധേയമാകുന്നത് അത്രയും ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഒരു എസും ഒരു പിയും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഫോം ചെയ്യുന്നത് sp ഹൈബ്രിഡ് ഓർബിറ്റൽ ആണ്. sp ഹൈബ്രിഡ് ഓർബിറ്റൽ. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽസ്, എത്ര sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും? രണ്ടെണ്ണം ഫോം ചെയ്യും. ഒരു എസും ഒരു പി, അപ്പൊ രണ്ടെണ്ണം ഉണ്ട്. ടോട്ടൽ 2 ആണ്. അപ്പൊ 2 sp ഓർബിറ്റൽസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇനി ഒരു എസ് 2 പി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ sp2 ആണ് ഫോം ചെയ്യുന്നത്. sp2 അവിടെ 3 എണ്ണം ഉണ്ടാവും. ഓക്കെ, 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. എസ് 3 പി ആണെങ്കിൽ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഇനി ഡിയും കൂടെ ഉണ്ടെങ്കിൽ ഒരു എസ് 2 പി ആണെങ്കിൽ DsP2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. 4 DsP2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് മറ്റ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് D2sp3, sp3d, sp3d2 തുടങ്ങിയ മറ്റു ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ട്. ഓക്കെ, ഇതിലെല്ലാത്തിനും അവരവരുടെ ഓരോ ഹൈബ്രിഡ് ഓർബിറ്റൽസിനും അതിൻ്റെതായ ജിയോമെട്രിയും ബോണ്ട് ആംഗിളും ഉണ്ട്. sp ഹൈബ്രിഡൈസേഷൻ എടുക്കുകയാണെങ്കിൽ 2 ഹൈബ്രിഡ് ഓർബിറ്റൽസും തമ്മിലുള്ള ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ ജിയോമെട്രി ലീനിയർ ആണ്. അതുപോലെ sp2 എടുക്കുകയാണെങ്കിൽ
ട്രയാഗണൽ പ്ലാനാർ ജോമെട്രി ആയിരിക്കും. അതിൻ്റെ ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. sp3 ഹൈബ്രിഡൈസേഷൻ്റെ കേസിൽ അതിൻ്റെ ജോമെട്രി ടെട്രാഹെഡ്രലും ബോണ്ട് ആംഗിൾ 109.5 ഡിഗ്രി അല്ലെങ്കിൽ 109 ഡിഗ്രി 28 മിനിറ്റ്സ് ആയിരിക്കും. sp3 ഹൈബ്രിഡൈസേഷൻ വരുമ്പോൾ അതിൻ്റെ ജോമെട്രി ട്രയാഗണൽ ബൈ പിരമിഡിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ 2 ബോണ്ട് ആംഗിൾ വരുന്നുണ്ട്. ട്രയാഗണൽ പ്ലാനറായിട്ട് നിൽക്കുന്ന പോർഷനിൽ 120 ഡിഗ്രി ബോണ്ട് ആംഗിളാണ്. ഇനി മുകളിലോട്ടുള്ള പിരമിഡൽ ഷേപ്പ് എന്ന് പറഞ്ഞില്ലേ, അപ്പം മുകളിലോട്ട് വരുന്ന ആ ആക്സിയൽ പൊസിഷനിൽ 90 ഡിഗ്രി ആയിരിക്കും ബോണ്ട് ആംഗിൾ വരുന്നത്. d2sp3 ഹൈബ്രിഡൈസേഷൻ്റെ കേസിലാണെങ്കിൽ ജോമെട്രി ഒക്ടാഹെഡ്രലും ബോണ്ട് ആംഗിൾ 90 ഡിഗ്രിയും ആയിരിക്കും. dsp2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ സ്ക്വയർ പ്ലാനാർ ജോമെട്രിയും 90 ഡിഗ്രി ബോണ്ട് ആംഗിളും ആയിരിക്കും. ഇനി sp3d ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ സ്ക്വയർ പിരമിഡൽ ജോമെട്രിയും 90 ഡിഗ്രി ബോണ്ട് ആംഗിളും ആയിരിക്കും. പിന്നെ sp3d2 ആണെങ്കിൽ ഒക്ടാഹെഡ്രൽ തന്നെയാണ്. d2sp3യും sp3d2 അത് രണ്ടിനും ഒക്ടാഹെഡ്രൽ ജോമെട്രിയും ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി തന്നെയാണ്. നമ്മൾ HSST ലെവലിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബേസിക് ലെവലിൽ നിന്നാൽ പോരാ അല്ലേ. അപ്പോൾ കുറച്ചുകൂടി ഹയർ ആയിട്ട് പഠിക്കണം എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ പഠിക്കേണ്ട ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് മനസ്സിലായി, അതിൻ്റെ ഷേപ്പുകളും കാര്യങ്ങളും മനസ്സിലായി. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എക്സ്റ്റെൻഡഡ് ആയിട്ട് പഠിക്കണം. അപ്പോൾ അവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഡ്രാഗോസ് മോളിക്യൂൾസ്. എന്താണ് ഡ്രാഗോസ് മോളിക്യൂൾസ് നോക്കാം. ചില കോമ്പൗണ്ട്സിൽ ഹൈബ്രിഡൈസേഷൻ നടക്കുന്നില്ല. നോർമലി ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആറ്റമിക് ഓർബിറ്റൽസ് ഈ ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിലൊരു റിപ്പൾഷൻ ഉണ്ടാവും. ഓക്കെ, നമുക്ക് വാലൻസ് ബോണ്ട് തിയറിയിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇതിലുള്ള ഇലക്ട്രോൺസ് ഇവിടുത്തെ ന്യൂക്ലിയസുമായിട്ടും അതുപോലെ ഇവിടുത്തെ ഇലക്ട്രോൺസ് ഇവിടുത്തെ ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ 2 ഇലക്ട്രോൺസ് തമ്മിൽ റിപ്പൾഷൻ ഉണ്ട്. ഇതിൻ്റെ ന്യൂക്ലിയസും തമ്മിൽ ഒരു റിപ്പൾഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ റിപ്പൾഷനും അട്രാക്ഷനും രണ്ടും കൂടെ ഒരുമിച്ച് വന്ന് രണ്ടും ന്യൂട്രലൈസ് ആവുന്ന ഒരു പോയിന്റാണ് അവിടെ ബോണ്ടിങ് നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ നടക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ റിപ്പൾഷൻ കൂടുതലാവുമ്പോൾ അവിടെ ആ ഒരു ബോണ്ട് കറക്റ്റായിട്ട് ഫോം ചെയ്യാതെ വരുന്നൊരു സിറ്റുവേഷൻ വരുന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഹൈബ്രിഡൈസേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ ആ റിപ്പൾഷൻ കുറയ്ക്കാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ ബോണ്ട് ആംഗിൾ ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ 90 ഡിഗ്രി അല്ല, പകരം 109 ഡിഗ്രി 28 മിനിറ്റ്സ് വരുന്നു അല്ലേ. അല്ലെങ്കിൽ sp2 വരുമ്പോഴത്തേക്കും എസും പിയും തമ്മിൽ ഡയറക്റ്റായിട്ട് ലിങ്ക് ചെയ്ത് കറക്റ്റായിട്ട് ഇങ്ങനെ വന്നിരുന്നെങ്കിൽ എല്ലാം 90 ഡിഗ്രി വരുന്നതിന് പകരം അവിടെ 120 ഡിഗ്രി വരിക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അവിടെ ഒരു ഹൈബ്രിഡൈസേഷൻ കൊണ്ട് അവിടെ റിപ്പൾഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ചില മോളിക്യൂൾസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാർജ് ആറ്റംസ് ആയിരിക്കും. സെൻട്രൽ ആറ്റം ലാർജ് ആയിരിക്കും. ഓക്കെ, ലാർജ് സെൻട്രൽ ആറ്റം വരുന്ന മോളിക്യൂൾസ്. അപ്പോൾ ലാർജ് സെൻട്രൽ ആറ്റം എന്ന് പറയുമ്പോൾ അതിന്റെ പീരീഡ് 3rd പീരീഡ് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, മിനിമം 3rd പീരീഡ് മുതലുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും, എലമെന്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 3rd പീരീഡ് മുതലുള്ള എലമെന്റ്സ്, അതായത് അവർക്ക് ലാർജ് സെൻട്രൽ ആറ്റം ആയിരിക്കും, ലാർജ് ആറ്റം ആയിരിക്കും. ഓക്കെ, അത് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള സ്മോൾ സൈഡ് ആറ്റം എന്താണ്? സൈഡ് ആറ്റത്തിന്റെ പ്രത്യേകത എന്താണ്? സ്മോൾ ആയിരിക്കും, അതുപോലെ ലെസ് ഇലക്ട്രോനെഗറ്റീവ്. ഇങ്ങനെയുള്ള സൈഡ് ആറ്റമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നില്ല. ഹൈബ്രിഡൈസേഷൻ ഇല്ലാതെ അവിടെ ഓവർലാപ്പിംഗ് നടക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള മോളിക്യൂൾസിനെയാണ് ഡ്രാഗോസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഡ്രാഗോസ് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രാഗോസ് മോളിക്യൂളിന്റെ പ്രത്യേകത എന്താണ്? സെൻട്രൽ ആറ്റം ലാർജ് ആയിരിക്കും, സൈഡ് ആറ്റംസ് സ്മോൾ ആയിരിക്കും. ഓക്കെ, സൈഡ് ആറ്റംസ് സ്മോൾ ആൻഡ് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഹൈബ്രിഡൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എപ്പോഴും ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ബോണ്ട് ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. H2S മോളിക്യൂൾ, H2Sന്റെ ബോണ്ട് ആംഗിൾ എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ വിചാരിക്കും H2S ഈസ് സിമിലർ ടു H2O അല്ലേ. H2O പോലെ തന്നെയാണ്, ഓക്സിജന്റെ സെയിം ഗ്രൂപ്പിലാണ് സൾഫർ വരുന്നത്. അപ്പോൾ H2Oയുടെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ഓക്കെ, അതിന്റെ ബോണ്ട് ആംഗിൾ വരികയാണെങ്കിൽ 104.5 ഡിഗ്രി ആണ് അല്ലേ.
109 ഡിഗ്രി വരും. പക്ഷെ അതിൽ 2 ലോൺ പെയർ ഉള്ളതുകൊണ്ട് ലോൺ പെയർ റിപ്പൾഷൻ കാരണം അവർക്ക് ബോണ്ട് ആംഗിൾ കുറയുന്നു. സോ 104 ഡിഗ്രി 5 മിനിറ്റ്സ്. ഓക്കെ ഓക്കെ. ഇനി H2S എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് അതേപോലെ ആയിരിക്കും, അപ്പോൾ ഇതേ ബോണ്ട് ആംഗിൾ ആയിരിക്കും. നമുക്ക് ഓപ്ഷൻസിൽ 109 ഡിഗ്രി 28 മിനിറ്റ്സ് കാണും, 107 ഡിഗ്രി കാണും, 104.5 ഡിഗ്രി കാണും, അതിനോടൊപ്പം 90 ഡിഗ്രി കാണും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൾഫർ എന്ന് പറയുന്നത് തേർഡ് പീരീഡിലാണ് അല്ലേ, തേർഡ് പീരീഡിലാണ്, ലാർജ് ആണ്. സൾഫറുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആണെങ്കിലോ സ്മോൾ ആണ്, ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആണ്. ഓക്കെ, ലെസ് ഇലക്ട്രോനെഗറ്റീവ്. അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഫോംസ് ഡ്രാഗോസ് മോളിക്യൂൾ. ഓക്കെ, ഇറ്റ് ഫോംസ് ഡ്രാഗോസ് മോളിക്യൂൾ. അപ്പോൾ ഇത് ഡ്രാഗോസ് മോളിക്യൂൾ ഫോം ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ഇതിൻ്റെ ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് ചോദ്യം വരുന്നത് ഡ്രാഗോസ് മോളിക്യൂൾ എന്താണെന്നൊന്നും ചോദിക്കില്ല. അവിടെ നമുക്ക് ബോണ്ട് ആംഗിൾ ആയിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് അണ്ടർഗോ ഹൈബ്രിഡൈസേഷൻ എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് മറ്റ് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ NH3 ഹൈബ്രിഡൈസേഷൻ നടക്കുമോ? നടക്കും അല്ലേ. ഏതാണ് ഹൈബ്രിഡൈസേഷൻ? sp3 ഹൈബ്രിഡൈസേഷൻ ആണ് അല്ലേ. എന്നാൽ NH3 കഴിഞ്ഞിട്ട് PH3 ആണെങ്കിലോ PH3 ഡ്രാഗോസ് മോളിക്യൂൾ ആണ് ഫോം ചെയ്യുന്നത്. അതുപോലെ ASH3, SbH3, ആർസനിക്, ആന്റിമണി, ഫോസ്ഫറസും എല്ലാം ഡ്രാഗോസ് മോളിക്യൂൾസ് ആണ് ഫോം ചെയ്യുന്നത്. നൈട്രജൻ സ്മോൾ സൈസ് ആയതുകൊണ്ട് തന്നെ ഹൈബ്രിഡൈസേഷൻ തരുന്നു. ബട്ട് ഓൺ ഗോയിങ് ഡൗൺ ദ ഗ്രൂപ്പ് ഫോസ്ഫറസ്, ആർസനിക് ആൻഡ് ആന്റിമണി ഡസ് നോട്ട് അണ്ടർഗോ ഹൈബ്രിഡൈസേഷൻ, ദേ ഫോം ഡ്രാഗോസ് മോളിക്യൂൾ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ACl3 എന്ന് പറഞ്ഞ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ ACl3ക്ക് ഹൈബ്രിഡൈസേഷൻ ഉണ്ടാകുമോ ഇല്ലയോ? നമ്മൾ നോക്കുമ്പോൾ AS എന്ന് പറയുന്നത് ലാർജ് മോളിക്യൂൾ ആണ് അല്ലേ, ലാർജ് എലമെന്റ് ആണ്. സോ ഇറ്റ് മേ ബി എ ഡ്രാഗോസ് മോളിക്യൂൾ എന്ന് ചിന്തിക്കും. ബട്ട് യു ജസ്റ്റ് ഹാവ് ടു ലുക്ക് ഓൺ ടു ദിസ് സൈഡ് ആറ്റം ഓൾസോ. സൈഡ് ആറ്റം ഏതാണ്? ക്ലോറിൻ ആണ്. ക്ലോറിൻ സ്മോൾ സൈസ് അല്ല അല്ലേ, സ്മോൾ ആണോ? അല്ല. ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആണോ? അല്ല. മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ് അല്ലേ, മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഡസ് നോട്ട് ഫോം ഡ്രാഗോസ് മോളിക്യൂൾ. ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് ഹാസ് ഹൈബ്രിഡൈസേഷൻ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? വാലൻസ് ബോണ്ട് തിയറി, ഹൈബ്രിഡൈസേഷൻ, ഡ്രാഗോസ് മോളിക്യൂൾ. ഈ 3 കൺസെപ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മോളിക്കുലർ ഓർബിറ്റൽ തിയറി ഡിസ്കസ് ചെയ്യാം. പിന്നെ നമുക്ക് VSEPR തിയറിയും ഉണ്ട്. ഓക്കെ, സോ താങ്ക് യു ഓൾ.